ഹായ് ഫ്രണ്ട്സ്, LD&RD മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പേ വെറൈറ്റി രീതിയിൽ ഗ്രോ ബാഗ് നിറച്ച് ചീര നട്ട് ചീരയും പച്ചമുളക് തൈ നടുന്നത് കാണിച്ചില്ലായിരുന്നു. ഇന്നിപ്പോൾ ചീരയൊക്കെ നല്ല രീതിയിൽ വളർന്നു നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് ചീര പറിച്ചെടുക്കാം. ഞങ്ങളൊരു 3 ബാഗിലെ ചീര ഞങ്ങൾ പറിച്ച് അത് നല്ലപോലെ വലുതായപ്പോൾ അത് പറിച്ച് അത് വീഡിയോ എടുത്തില്ല. ഇപ്പം നമുക്ക് ഈ ചീര 2 ബാഗിലെ നമുക്ക് പറിച്ചെടുക്കാം. അതേ കണ്ടോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൂക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, ഇവിടെ 2 എണ്ണം പൂത്തിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൂത്ത് വരുന്നത് കണ്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തും പൂത്തിരിക്കുകയാണ്. ചെറിയ ഇതായിട്ട് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ചീര പറിച്ചെടുക്കാം. കണ്ടോ, ഞങ്ങൾ ഈ 3 ബാഗിലെ നമ്മൾ പറിച്ചെടുത്തതാണ്. പച്ചമുളക് ഇപ്പോൾ സ്വതന്ത്രമായി, പച്ചമുളക് ഇത്രയും ഈ പരുവമായി. അപ്പോൾ ഇനിയും നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും നടുന്നില്ല, പച്ചമുളക് മാത്രം. അപ്പോൾ നമ്മൾ ഇതിന് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനടിയിൽ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഈ കരിയുന്ന വെയിലല്ലേ, അപ്പോൾ അതിനൊരല്പം തണൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടി വെച്ചിരിക്കുന്നത്. നമുക്കിത് ഈ ഗ്രോ ബാഗിലേന്ന് പറിക്കാം. ഓലാമ്മയാണ് പറിക്കുന്നത്. ഞാൻ ചുവടെ പറിച്ചെടുക്കുക, കണ്ടിച്ചെടുക്കുന്നില്ല. കാര്യം ഇനി അതിനകത്ത് ചീര നട്ടാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടാകാതെ വരും. ഒടിഞ്ഞു പോകുന്നുണ്ടോ? ഞാൻ ഒടിഞ്ഞു, ചീര എളുപ്പമായത് കൊണ്ട് ഒടിഞ്ഞു പോകും. നമ്മളിതിന് പ്രത്യേകിച്ചൊരു വളം ചെയ്തിട്ടില്ല. മൊത്തം ഇതിനകത്തുനിന്ന് നമ്മൾ പറിച്ച് ഗ്രോ ബാഗിനകത്തുനിന്ന് പറിച്ച് മാറ്റുക. ഇപ്പം നമ്മൾ അത് സ്വതന്ത്രമായി, പച്ചമുളക് സ്വതന്ത്രമായി. അപ്പം ഇത്രയും ചീര മതിയല്ലോ നമുക്കറിയൊക്കെ. ഒരെണ്ണം കൂടെ പറിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും കണ്ടവാനം വളർന്നു നിൽക്കുന്ന ഒരെണ്ണത്തിലും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇത് പറിച്ചാലോ? അപ്പം ഇത് നമുക്ക് പറിക്കാം. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളവൊന്നും ഇട്ടിട്ടില്ല. പിന്നെ രണ്ടാമത് വിഷമൊന്നും അടിക്കേണ്ടി, വിഷം അടിക്കത്തില്ല. ഇപ്പം തന്നെ ചീര ഇത്രയും വലുതാകുമ്പോഴേ തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ചീര നട്ട് അല്ലെ പച്ചക്കറി നമ്മൾ നട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള പച്ചക്കറി കൂട്ടാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള അത്രയും ചീര നമ്മളിന്ന് പറിച്ചെടുത്ത്. അനിയനും ഉല്ലാസനൊക്കെ ഇന്ന് ചീര വേണ്ടെന്ന് പറഞ്ഞ് നാളെ അവർക്ക് മതി. അപ്പോൾ നാളെ രാവിലെ വീണ്ടും അവർക്കുള്ളത് നമ്മൾ പറിച്ചു കൊടുക്കും. ഇത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന പറഞ്ഞാൽ ഇത് കൂടി വന്ന ഒരു 3 കിലോയിൽ കൂടുതൽ ഗ്രോ ബാഗ് ഇല്ല. നമ്മൾ വാഴക്കച്ചി വെച്ചിരിക്കുന്നതുകൊണ്ട് വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. വാഴക്കച്ചി കുറച്ച് അവിഞ്ഞ് താഴുമ്പോൾ നമുക്ക് വീണ്ടും കമ്പോസ്റ്റ് വളമുണ്ട്, അത് സ്വല്പം ഇട്ട് കൊടുക്കും. അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. കാര്യം ഒരു പൈസ, ഗ്രോ ബാഗിൻ്റെ പൈസ മാത്രമേ നമുക്ക് മുടക്കുള്ളൂ. വേറെ 1 രൂപ പോലും നമുക്ക് ഇതിന് മുടക്കില്ല. രാമൻ ഞങ്ങളുടെ കൂടെ കയറി വന്നിട്ടുണ്ട്, ഉണ്ടോ? ഈ നമ്മുടെ ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് നമുക്ക് ഈ 2 നേരം വെള്ളം ചരിക്കുന്ന 2 നേരം വെള്ളം ചരിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിനകത്ത് ആയതുകൊണ്ട് കുറേശ്ശെ വെള്ളമേ നമ്മൾ ചരിക്കത്തുള്ളൂ. അപ്പോൾ ഈ വെയിൽ നല്ല വെയിലായതുകൊണ്ട് 2 നേരം കുറേശ്ശെ വെള്ളം ചരിക്കണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പം നമ്മൾ വളമൊന്നും ചെയ്തിട്ടില്ല, വിഷം അടിച്ചിട്ടില്ല, അല്ല ഫ്രഷ് സാധനം. ഇപ്പം തന്നെ ഇത് കറി വെക്കാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ പച്ചക്കറിയിലെ കാഴ്ചകൾ. ഡ്രാഗൺ ഫ്രൂട്ട് മൊത്തം പൂത്ത് നിൽക്കുക. ഇത് കണ്ടോ, ഇതിലൊക്കെ ചെറിയ ഇതൊന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പൂ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടുമിക്കലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ചീരയൊക്കെ നമ്മൾ ക്ലിപ്പ് ഇതിൻ്റെ അരി എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. നമ്മൾ ഈ ചീര മൊത്തം പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് സ്വതന്ത്രമായി. പച്ചമുളകിന് എന്തെങ്കിലും ഒരു ശകലം വളം എന്ന് പറയുന്നത് നമ്മുടെ ജൈവവളം ഈ കടയിൽ കിട്ടും. അതൊന്ന് മേടിച്ചൊരു ശകലം തൂളി കൊടുക്കുന്നുണ്ട്. കാര്യം അതിനകത്തുള്ള വളം മുഴുവൻ ചീര എടുത്തു കഴിഞ്ഞു. പച്ചമുളകിന് ഇനി വളമില്ല. അപ്പോൾ അത് മേടിച്ച് നമ്മുടെ സാധാരണയുള്ള കമ്പോസ്റ്റ് വളവും കൂടെ കൂട്ടി ഒന്നിട്ട് കൊടുക്കും. അതേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന വളമായിട്ട് ഇനി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയല്ല, മുന്തിരിയുണ്ട്. മുന്തിരി കാണിച്ചു തരാം. നമ്മുടെ മുന്തിരി ഇത്ര പറന്നിട്ടുള്ളൂ. ഇനി അതിനൊരു പടങ്ങിട്ട് കൊടുക്കണം. ഇത് താഴെയാണ് ഇതിൻ്റെ ചുവട്. അവിടെ നിന്നാണ് ഇത്രയും വളർന്ന് വന്നിരിക്കുന്നത്. വേനലായതുകൊണ്ടുള്ള ഒരു ചെറിയ ക്ഷീണമുണ്ട് ഇതിന്. ഏതായാലും ഇനിയിപ്പോൾ ഇതിന് പടങ്ങിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. രാമൻ ലോലാമ്മയുടെ കൈ കയറി. ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി കൃഷി രീതികൾ. അപ്പം മുന്തിരി ഇപ്പോൾ ഒരു വിധം പടർന്നിരിക്കുക. ഇനി ഇതിന് പടങ്ങിട്ട് കൊടുക്കുക. ഇത് തന്നെയല്ല, താഴെ നമ്മൾ കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. അത് മൊത്തം ഫ്രൂട്ട്സാണ്. ഉണ്ടോ നിൽക്കുന്നത് താഴെ? മരമുന്തിരിയുണ്ട്, അവിയുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളുണ്ട്. ഞങ്ങൾ താഴെ ചെന്നിട്ട് അത് കാണിച്ചു തരാം. നമുക്ക് താഴോട്ട് പോവാം. താഴത്തെ കാഴ്ചകൾ കാണിക്കാം. നമുക്ക് നേരെ താഴോട്ട് പോവാം. മരമുന്തിരി ഇത്ര വളർന്നിട്ടുണ്ട്. അവ്യമുണ്ട്. ഇതെല്ലാം ഒരുവിധം വളർന്നു. ഇതെല്ലാം താഴെ നമ്മൾ നട്ടിരിക്കുക. താഴെ നട്ടിരിക്കുന്ന പറഞ്ഞാൽ ഇതുപോലെ ട്രമ്മ് നമ്മുടെ അടി കളഞ്ഞിട്ട് നട്ടിരിക്കുകയാണ്. അതിപ്പോൾ വേര് നേരെ താഴോട്ടങ്ങ് പൊക്കോളും. ഇതിനകത്ത് വേറെ ഒരു വെറൈറ്റി സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇത് പ്ലമ്മാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വളർന്ന് നിൽക്കുന്നുണ്ടോ, ഞൊട്ടാഞ്ഞെടിയൻ. കണ്ടോ, ഞൊട്ടാഞ്ഞെടിയനാണ്. അത് പടർന്നിരിക്കുകയാണ്. അത് കളയുന്നില്ല, അതൊക്കെ കായായി വരുന്നതേ ഉള്ളൂ. ഇതും അവയാണ്. അതും ഒരുവിധം സാധനം വളർന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. പിന്നെ നമുക്കൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ കല്ലുരുക്കി ഒത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ കല്ലുരുക്കി എല്ലാം പൂത്ത് കഴിഞ്ഞപ്പം അതിനകത്തൊരു കമൻറ്റ് വന്ന് അത് പൊട്ടിച്ച് നെറ്റിയെ അടിക്കാൻ കൊള്ളാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഈ കല്ലുരുക്കിയല്ല, അല്ലെ അങ്ങനെ ഒന്ന് ദോഷമാണല്ലോ, ഇനി അത് നമ്മൾ കല്ലുരുക്കിയാണെന്നും പറഞ്ഞ് ആർക്കെങ്കിലും കൊടുത്താൽ മറ്റെന്തെങ്കിലും ആകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല. അതങ്ങനെ ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ആ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിന് കല്ലുരുക്കിക്ക് ആൾക്കാർ ഒത്തിരി പേര് വരികയും ചെയ്ത്. അത് തന്നെയല്ല, വയനാട്ടിൽ നിന്നൊരു ആളതിന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇല 7 ദിവസം കഴിച്ചാൽ ഏത് കല്ലും പോവും, അത് ഒറിജിനൽ കല്ലുരുക്കിയാണ് എന്നും പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മണ്ടത്തരം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ തപ്പിച്ചെന്നപ്പം ഒരു ചെറിയ തൈ ഉണ്ടായിരുന്നു. ആ തൈ അങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ്. അതിൽ നിന്നിപ്പോൾ ഇലയിൽ നിന്നിപ്പം പൊട്ടി ഇങ്ങനെ കിളുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മുടെ വെറൈറ്റി കൃഷി രീതികളിൽ ഇനിയും ഉണ്ട് കാഴ്ചകൾ ഒത്തിരി. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് അത് കാണിക്കാം. അത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാഴ്ചകൾ ഇനി ഞങ്ങൾക്ക് ധാരാളം ഉണ്ട്. വെറൈറ്റി ഐറ്റംസ് ഇനിയും വേറെ ഉണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഇനി കാണിക്കാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കൂടെ കമൻറ്റോടെ ഒന്ന് പറയണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. ബൈ ബൈ.